കാഴ്ചയിലുള്ള വ്യത്യാസം, ഡൈവേഴ്സിറ്റി ഓൺ വിഷൻ. നമ്മൾ ഓരോ കാര്യങ്ങൾ വ്യത്യസ്ത ആളുകൾ നിരീക്ഷിക്കുന്നത് എങ്ങനെയാണ് നോക്കാം. ഒരു പക്ഷി, ആ പക്ഷി ഒരു കൊക്കോ അതല്ലെങ്കിൽ ഒരു പ്രാവ് എന്തോ ആയിക്കോട്ടെ, ഒരു പക്ഷി, ഇത് വ്യത്യസ്ത ആളുകൾ നിരീക്ഷിക്കുന്ന രൂപം ഞാൻ നിങ്ങളെ മുന്നിൽ പറയണം. ഒന്ന്, ഒരു മാംസ വിൽപ്പനക്കാരൻ, ഒരു പക്ഷിയുടെ മാംസം വിൽക്കുന്ന ആള് ഈ പക്ഷിനെ നിരീക്ഷിക്കുന്നത് അതിൻ്റെ മാംസവും തൂക്കവും അടിസ്ഥാനത്തിലായിരിക്കും. കറക്റ്റ് അല്ലേ? ഇനി ഇതേ പക്ഷിയെ, പക്ഷി മാറുന്നില്ല, ഒരു പ്രകൃതി സ്നേഹിയാണ് നോക്കുന്നുവെങ്കിൽ ആ പക്ഷിയുടെ വൈവിധ്യവും അതിൻ്റെ ഭംഗിയായിരിക്കും നോക്കുന്നത്. ഇവിടെ പക്ഷി മാറിയിട്ടില്ല, നിരീക്ഷിക്കുന്ന ആളുകളാണ് മാറിയത്. ഇതേ പക്ഷി ഒരു പക്ഷി നിരീക്ഷകനാണ് നോക്കുന്നുവെങ്കിൽ ആ പക്ഷിയുടെ തരവും അതിൻ്റെ സ്പീഷീസും അതിൻ്റെ രാജ്യവും അതിൻ്റെ ഒറിജിനുമായിരിക്കും അന്വേഷിക്കുന്നത്. അതേ പക്ഷി ഒരു എഞ്ചിനീയർ നിരീക്ഷിക്കുന്നു എന്നിരിക്കട്ടെ, ആ പക്ഷി ആ പക്ഷിയായിട്ടല്ല കാണുന്നത്, ആ പക്ഷിയിൽ നിന്നും അദ്ദേഹം ഉൾക്കൊള്ളുന്ന അറിവാണ്. എങ്ങനെയാണ് പക്ഷി പറക്കുന്നത്, അത് എങ്ങനെ നമ്മുടെ എഞ്ചിനീയറിംഗ് രംഗത്ത്, ഉദാഹരണത്തിന് ഒരു എയറോപ്ലെയിനിനകത്തോട്ട് ആ പക്ഷിയുടെ അതേ രൂപം നമുക്ക് എങ്ങനെ മിമിക് ചെയ്യാൻ കഴിയും, എങ്ങനെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന യാത്രാ വിമാനവും യുദ്ധവിമാനവും ഉണ്ടാക്കാൻ കഴിയുമെന്നായിരിക്കും ഒരു എഞ്ചിനീയർ നിരീക്ഷിക്കുന്നത്. ഇതേ പക്ഷി തന്നെ ഒരു കൃഷിക്കാരൻ, ആ കൃഷിക്കാരന്റെ വിത്തിറക്കുന്ന ടൈമിലായിരിക്കും ഈ പക്ഷിയെ നിരീക്ഷിക്കുന്നത്. ഒരു കാലാവസ്ഥാ നിരീക്ഷകനോ ക്ലൈമറ്റ് ചേഞ്ച്, ക്ലൈമറ്റിന്റെ വ്യത്യാസം, അതായത് മഴക്കാലമാണോ വേനൽക്കാലമാണോ ചൂടുകാലമാണോ എന്നതിൻ്റെ അടിസ്ഥാനമായി ആയിരിക്കും അത് നിരീക്ഷിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വസ്തു ഒന്നാണ്, പക്ഷേ നമ്മളെ കാഴ്ചകൾ മാറി. ആരുടെ അടിസ്ഥാനത്തിൽ? അത് നിരീക്ഷിക്കുന്ന രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇതുപോലെയാണ് ഓരോ പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളും, ഓരോ ബിസിനസ്സുകളാവട്ടെ, ഓരോ സർവീസ് ആവട്ടെ, ഓരോ ആളുകൾ നോക്കിക്കാണുന്നത്. ഓക്കെ, ഐ എം ഡോക്ടർ അലി. എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, aliarimbra's dentalclinic.com. താങ്ക് യു.